Then ബാക്ടീരിയ പോലുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ് മക്കളെ? ഏതാണ്? മൊണീറ അല്ലെ? ഓപ്ഷൻ എ വരും. അങ്ങനെയാണ് പ്രോട്ടിസ്റ്റ എന്താണ്? ന്യൂക്ലിയസോട് കൂടിയുള്ള ഏകകോശ ജീവികളാണെന്ന് മനസ്സിലാക്കുക. അനിമേലിയ എന്താണ്? എന്താണ്? പരപോഷികളും അതുപോലെ സഞ്ചാരശേഷിയുമായുള്ള ബഹുകോശ ജീവികളാണ് അനിമേലിയ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? 5 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മക്കളെ? ഏതാണ്? ഏണസ്റ്റ് ബെക്കൽ ആണോ? കാൾ ബൗസ് 6 ആണ് പറഞ്ഞു. ഏണസ്റ്റ് ബെക്കൽ 3 ആണ് പറഞ്ഞു. നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് എന്ത്? 5 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. എന്താണ്? പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന് പറയുന്നുണ്ട്. SCERT തൊക്കിയിട്ടതാണ്. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ഒരു പുരുഷ ഹോർമോൺ ആണ് എന്ന് പറയുന്നു. then എന്താണ്? പുംബീജോൽപാദനം സ്പെർമാറ്റോ ജനിസ് എന്നറിയപ്പെടുന്നു. വൃക്ഷങ്ങളിൽ നിന്ന് ബീജങ്ങളെ മൂത്രനാളിൽ എത്തിക്കുന്ന കുഴലാണ് ബീജവാഹി. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവ്യം ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളാണ്. ഏതാണ് ശരി? ഏതാണ്? ആദ്യത്തെ 1, 2, 3 ശരിയല്ലേ? ആണോ? നാലാമത്തെ എന്ത് പറ്റി തെറ്റ്? ബീജങ്ങളെ പോഷകത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവ്യം ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളാണ്. അല്ല. ആണോ? അല്ല. എന്താണ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളാണ് അല്ലെ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതാണ്? തെറ്റായ വ്യവസ്ഥയാണ് ചോദിച്ചത്. തെറ്റായ വ്യവസ്ഥയാണ്. 4 മാത്രമാണ് തെറ്റ്. ക്ലിയർ ആണോ? ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയ ഭിത്തി ഏതാണ്? എൻഡോമെട്രിയം ആണ് അല്ലെ? ബാക്കി 2 ഗർഭാശയ ഭിത്തിയാണ്. പക്ഷെ ഭ്രൂണം പറ്റിച്ചേർന്ന് വളർന്ന ഗർഭാശയ ഭിത്തി ഏതാണ്? ഏതാണ്? അത് എൻഡോമെട്രിയം ആണെന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി ആണ് വരിക. ആണോ? അല്ലെ? പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ എന്ത്? ബൾബോ യൂറിത്രൽ ഗ്രന്ഥി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത് പ്യൂബർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണമാകുന്ന വരെയുള്ള കാലഘട്ടം ഏത്? ഏതാണ്? ഓപ്ഷൻ സി കൗമാരമാണ് അല്ലെ? എന്താണ്? ലോകാരോഗ്യ സംഘടന എത്ര വയസ്സ് വരെ ഇതാക്കിയിട്ടുണ്ട്? 10 മുതൽ 19 വയസ്സ് വരെ നമുക്ക് എന്താണ്? കൗമാരമാണ്. എന്താണ്? കൗമാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്ത് ശരിയായ ജോഡി കണ്ടെത്തുക. എല്ലാം ശരിയാണോ? വൃക്ഷണങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അണ്ടാശയങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. പുരുഷങ്ങൾ വാസക്ടമി ആണ്. സ്ത്രീ ട്യൂബക്ടമി ആണ്. ഏതാണ്? എല്ലാം ശരിയാണ് അല്ലെ? എന്താണ് വാസക്ടമി? പുരുഷനെ വന്ധീകരിക്കുന്ന ശാസ്ത്രക്രിയയാണ് വാസക്ടമി എന്ന് മനസ്സിലാക്കുക. അതുപോലെ ട്യൂബക്ടമി എന്താണ്? സ്ത്രീയെ വന്ധീകരിക്കുന്ന ശാസ്ത്രക്രിയയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി വരും. എല്ലാം ശരിയാണ്. ഗർഭസ്ഥ ശിശുവിന്റെയും സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് ഏതാണ്? അമ്നിയോൺ അല്ലെ? അമ്നിയോൺ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയൊക്കെ പൂർത്തിയാകുന്ന ഈ അമ്നിയോൺ ആണ് അല്ലെ? അമ്നിയോട്ട് ദ്രവം ഭ്രൂണത്തിന് എന്ത് വളരെ സംരക്ഷണം നൽകുന്നു. ക്ലിയർ ആണോ? മറുപിള്ള എന്താണ്? മറുപിള്ള അമ്മയുടെയും കുഞ്ഞിന്റെ ഒക്കെ രക്തം പരസ്പരം എന്ത് ചെയ്യുക? കൂടിക്കലരാതെ സഹായിക്കുന്നു. ഈ പ്ലാസന്റ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മറുപിള്ളയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇതിനടുത്ത് ചേരുംപടി അങ്ങോട്ട് ചേർത്തേ.
ചേരുംപടി ചേർക്കുക. എന്താ വരിക? ഒന്നാമത്തെ ഏതാ വരിക? B1 ഏതാ വരിക? തയാമിൻ അല്ലേ? ആണ്. B2 ആണെങ്കിലോ? റൈബോഫ്ലാമിൻ. ക്ലിയർ ആണോ? B3 ആണെങ്കിലോ? നിയാസിൻ അല്ലെ? B6 ആണെങ്കിൽ എന്റെ കവിയെ എന്നെ കൊല്ലിട്ടിട്ട് പീരിയോഡിക് പെരിഡോക്സിൻ ആണ് കേട്ടാ. ഒന്ന് ക്ഷമിക്കാട്ടോ, എനിക്കത് കൊല്ലാൻ തോന്നുന്നു അപ്പണ്ണെ. ഓക്കെ ആണോ? അവിടെ പുഞ്ചിരി എന്റെ മക്കൾക്ക് വീണ്ടും വന്നു അല്ലെ? എന്താണ് B6? B9 ആണെങ്കിൽ ഫോളിക് ആസിഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? താഴെ പറയുന്ന വൈറസ് രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ് വൈറസ് രോഗങ്ങളിൽ പെടാത്തത്? ബയോളജി എന്താ പീരിയോഡ് ടേബിൾ അല്ലെ? കണക്ക് പുറത്ത് അല്ലെ? ഏതാണ് ആൻസർ? ഏതാണ്? എലിപ്പനിയാണ് അല്ലെ? എലിപ്പനി അല്ലേ? അല്ലാന്നോ? എലിപ്പനിയാണ് അല്ലെ? ഏതാണ്? D ആണ്. എലിപ്പനി എന്താ? ലെപ്റ്റോസ്പൈറോ സ്പൈറോ ഇക്ടോ ഹെമറേജിക് അല്ലെ? ഇവ ശരീരത്തിൽ പ്രവേശിച്ച എന്ത് കിട്ടും? എന്ത് കഴിഞ്ഞാൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിഭജനത്തിലൂടെ എന്ത് പെരുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ എലിപ്പനി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. യെല്ലോ ഫീവർ എന്താണ്? യെല്ലോ ഫീവർ മഞ്ഞപ്പനിയാണോ? സാർസ് ആണെങ്കിൽ സാർസ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന സാർസ് ആണ് അല്ലെ? എന്താ വൈറസ്? കൊറോണ വൈറസ് ആണ്. ബാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ ശ്വാസകോശത്താണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ സാർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് എവിടെയാ അറിയോ? ഹോങ്കോങ് ചൈനയല്ലേ? അതെ, ഹോങ്കോങ് ചൈനയിലാണ്. നമ്മുടെ ഇവിടെയാണെങ്കിൽ ഗോവയാണെന്നും കൂടി ഓർക്കുക കേട്ടോ. ഗോവയാണെന്നും കൂടി ഓർക്കുക. ക്ലിയർ ആണോ? ജലദോഷത്തിന്റെ രോഗകാരി എന്താണ്? റൈനോ വൈറസ് ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ. കില്ലർ ന്യൂമോണിയ പറഞ്ഞ എന്താണ്? കില്ലർ ന്യൂമോണിയ നമ്മൾ പറഞ്ഞു സാർസ് ആണ്. ക്ലിയർ ആണോ? താഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തുക. അങ്ങനെ ശരിയായ എന്റെ മക്കൾ വിലയിരുത്തിയേ. എന്താണ്? എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് 1981 അമേരിക്കയിലാണെന്ന് പറയുന്നു. ശരിയാണ് അല്ലെ? HIV വൈറസിന്റെ ജനിതക മാറ്റമാണ് എന്ത്? RNA എന്ന് പറയുന്നു. അതും ശരിയാണ്. എയ്ഡ്സ് ബാധിക്കുന്നത് അസ്ഥികളെയാണ് എന്ന് പറയുന്നു. ആണോ? അല്ല, ലിംഫോസൈറ്റ് ആണ് അല്ലെ? അപ്പൊ അത് തെറ്റ്. പിന്നെ അടുത്ത് എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് തുടങ്ങിയ എയ്ഡ്സ് രോഗനിർണയ പരിശോധന ടെസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ആണോ മക്കളെ? ആണ്. അല്ല, അപ്പൊ എന്താണ് ഓപ്ഷൻ 1, 2, 4 മാത്രമാണ് ശരി. ക്ലിയർ ആണോ? എയ്ഡ്സ് ആദ്യമായിട്ട് എന്താണ്? ആദ്യമായിട്ട് എയ്ഡ്സ് വരെ കണ്ടെത്തിയ ലൂക്ക് മോണ്ടേനി അല്ലെ? ഏത് വർഷമാണ്? 1983 ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 1983 കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണ്. ഈ HIV ജനിതക മാറ്റമാണ് എന്ത്? RNA കേട്ടോ. RNA വൈറസ് അറിയപ്പെടുന്നത് റിട്രോ വൈറസ് എന്നാണ് അറിയുന്നത്. റിട്രോ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെ റിപ്പോർട്ട് ചെയ്തത്? ഇന്ത്യയില് ആദ്യമായിട്ട് ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈയില്. കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ടയല്ലേ? ആണോ? പത്തനംതിട്ടയിലാണ് കേരളത്തിൽ അല്ലേ? ആണ് കേട്ടോ. പിന്നെ നമ്മള് എയ്ഡ്സ് ദിനം എപ്പോഴും ആഘോഷിക്കും? December 1, 1988 കേട്ടോ. ഇവിടുത്തെ പെണ്ണ് കാണാനില്ല. 1988 കൂടി ഓർത്ത് വെക്കുക. എന്താണ്? എയ്ഡ്സിന്റെ ഒരു ചിഹ്നമുണ്ട്. എന്താണ്? റെഡ് റിബൺ. എന്താണ്? റെഡ് റിബൺ. എന്താണ്? റെഡ് റിബൺ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ പിന്നെ എന്താണ്? എയ്ഡ്സ് ബാധിക്കുന്നവർ നമ്മൾ ലിംഫോസൈറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ. അതുപോലെ എയ്ഡ്സ് രോഗികൾക്ക് ഒരു മരുന്ന് കൊടുക്കും. രോഗികൾക്ക് എന്ത് മരുന്ന് മക്കളെ കൊടുക്കുക? ബ്യൂട്ടൈൻ അസിഡോതൈമിൻ ട്ടോ.
എന്താണ് ബ്യൂട്ടൈൻ അസിഡോ തൈമന്? ഇത് കറുത്ത മൾബറിയിൽ നിന്ന് എടുക്കുന്ന ഒരു മരുന്നാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഏതൊക്കെ ടെസ്റ്റ്? എലിറ്റ ടെസ്റ്റ് ഉണ്ട്, വെസ്റ്റേൺ ബ്ലോട്ട് നമ്മൾ പറഞ്ഞു, പിന്നെ നേവ ടെസ്റ്റ്, PCR ഉണ്ട്, പിന്നെ എന്താണ് റാപ്പിഡ് ടെസ്റ്റ് ഒക്കെ. എയ്ഡ്സ് ആദ്യ ടെസ്റ്റ് എലീസ ടെസ്റ്റ് ആണ് കേട്ടോ. എയ്ഡ്സ് ഭാഗം നമ്മൾ സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്? ഈ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ചേരും പാടി അങ്ങനെ ചേർത്തേ. അതായത് ഓക്കെ ചേർക്കാം, ഞാൻ ബാക്കി പറഞ്ഞുതരാം. സ്ലിം ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? എയ്ഡ്സ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക മക്കളെ? ഓപ്ഷൻ പറഞ്ഞേ. പന്നിപ്പനി H1N1 ആണ് അല്ലെ. ദെൻ പക്ഷിപ്പനി ആണെങ്കിൽ H5N1 ആണ്. ദെൻ ചിക്കൻ ബോക്സ് വെരിസെല്ല സോസ്റ്റർ ആണ്. വസൂരി ഏതാ വരിക? വെരിയോള വൈറസ് ആണ്. ജലദോഷം റൈനോ വൈറസ്. അപ്പൊ ഇതിൽ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ? ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ മക്കളെ? ദെൻ 37ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് ഇത് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് ശരി എന്നാണ് ഇവർ ചോദിക്കുന്നത്. പറഞ്ഞു എന്റെ മക്കള്. ഇതിലും ഓപ്ഷൻ ഇല്ലേ? ശരി, 37 ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? അത് മാത്രം പഠിച്ചു പോവാ കേട്ടോ. 1 C അല്ലേ? ഓപ്ഷൻ നോക്കണ്ട, പറഞ്ഞത് മാത്രം പഠിച്ചു പോവാ കേട്ടോ. ദെൻ താഴെ പറഞ്ഞ ശരിയായത് വിലയിരുത്തുക. ആൻസർ ക്ലിയർ ആയി പറഞ്ഞ ഓപ്ഷൻ നോക്കണ്ട കേട്ടോ. ഏതാണ്? ന്യൂമോണിയ ചിക്കൻ ബോക്സ് ഏതിലൂടെയാ വരിക? വായുവിലൂടെയാണോ? ആണോ? ആണ് അല്ലെ. ദെൻ എലിപ്പനി കോളറ വെള്ളം ആഹാരം എന്ന് പറയുന്നു. ആണോ? ആണ്. ദെൻ കോളറ, മന്ത്, മലമ്പനി ഒക്കെ എങ്ങനെയാണ്? അതാ കൊച്ചു ടൈപ്പ് ചെയ്യുമ്പോ തെറ്റിപ്പോവാണ് കേട്ടോ, വേറൊന്നും അല്ല. ഏതാണ്? സമ്പർക്കമാണോ? അല്ല. എന്താണ്? ഈച്ച മുഖേനയാണ് കേട്ടോ. ഈച്ചയാണ്, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് തെറ്റാണ്. ചെങ്കണ്ണ് കുഷ്ഠം മുറിവിലൂടെയാണോ? അല്ല. എങ്ങനെയാണ്? സമ്പർക്കമാണ് കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാ തെറ്റ് വരിക? ഏതൊക്കെയാ തെറ്റ് വരിക? എയും ബിയും മാത്രമാണ് ക്ലിയർ ആയിട്ടുള്ള ആൻസർ അല്ലെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ മറ്റേ എയ്ഡ്സ് എബോള എങ്ങനെയൊക്കെ വരിക? എയ്ഡ്സ് എബോളയൊക്കെ എങ്ങനെയാ വരിക? എയ്ഡ്സ് എബോളയൊക്കെ എങ്ങനെയാ വരിക? അതെങ്ങനെയാണ്? ഈ ശരീരത്തെ ദ്രവങ്ങളോടെയൊക്കെ വരികയാണ് എയ്ഡ്സ് എബോള എന്ന് മനസ്സിലാക്കുക. പേവിഷബാധ, ആന്ത്രോസ് ഒക്കെ ആണെങ്കിൽ, പേവിഷബാധയൊക്കെ ആണെങ്കിൽ എങ്ങനെയാ വരിക? അത് ജന്തുക്കളിലൂടെയാണ് വരിക കേട്ടോ. ആണോ? ആണ്. പിന്നെന്താണ്? ഈ ഗൊണേറിയ, സിഫിലിസ് ഒക്കെ എങ്ങനെയാ വരിക? പകരുന്ന രോഗങ്ങൾ എങ്ങനെയാ പകരുന്ന രീതികൾ നോക്കുകയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ്? ഗൊണേറിയ, സിഫിലിസ് അത് ലൈംഗിക ബന്ധമാണെന്ന് കൂടി മനസ്സിലാക്കി. ഓക്കെ ആണോ? ഈ ബോട്ടിലിസം എന്താണ്? ബോട്ടിലിസം അത് പഴകിയ ഭക്ഷണത്തിലൂടെയാണ് വരിക കേട്ടോ. ചേരും പടി ചേർക്കുക. മന്ത് എന്താണ്?
കോളറ, വയറിളക്കം, മലമ്പനി, ഡെങ്കിപ്പനി, ചിങ്കക്കുനി ഒക്കെ ഈച്ച മുഖേന അല്ലെങ്കിൽ കൊതുക് മുഖേനയൊക്കെയാ വരിക കേട്ടോ. 39ാമത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഏതാ വരിക? ഇതിലും ഓപ്ഷൻ ഇട്ടിട്ടില്ല കുട്ടി. ഓപ്ഷൻ ഏത് നമുക്ക് നോക്കണ്ട. ഓപ്ഷൻ നോക്കിയാ നമുക്ക് പണി കിട്ടും. ഒന്നാമത്തെ ഏതാ വരിക? ജീവശാസ്ത്ര പിതാവ് ആരാ വരിക? കമന്റ് ചെയ്തേ. അരിസ്റ്റോട്ടിൽ വരും അല്ലെ. ഇതെന്താ? ഹോമിയോപതി സാമുവൽ ഹാനിമാൻ. പിന്നെ ഏതാ വരിക? മൂന്നാമത്തെ ഡി ആണ് വരിക അല്ലെ. നാലാമത്തെ ഏതാണ്? കീമോതെറാപ്പി അല്ലെ, പോൾ ഡിറാക്ക്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓപ്ഷൻ ഉണ്ടാ? ഓപ്ഷൻ ഉണ്ട്. സി ആണ് തോന്നുന്നു അല്ലെ. ക്ലിയർ ആണോ? ആണോ? ഓക്കെ. വൈദ്യശാസ്ത്ര പിതാവാണ്. വൈദ്യശാസ്ത്ര പിതാവാരാ മക്കളെ? വൈദ്യശാസ്ത്ര പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. ഹിപ്പോക്രാറ്റസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ആണോ? പിന്നെ ജനിതകശാസ്ത്രം ആണെങ്കിലോ? ജനിതകശാസ്ത്രം ഗ്രിഗർ മെന്റൽ അല്ലേ? ഓക്കെ. പിന്നെ എന്താണ്? പിന്നെ എന്താ പറയാ? വർഗീകരണം ആണെങ്കിലോ? വർഗീകരണം മൂന്നാമത്തെ ഡി തന്നെ അല്ലേ? 3 ഡി 4 ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ ക്ലിയർ ആണല്ലോ. വർഗീകരണം ആരാ മക്കളെ? കാൾ ലിനേസ് ആണ് കേട്ടോ. വർഗീകരണം കാൾ ലിനേസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. വൈറോളജിയുടെ പിതാവ് ആരാണ്? വൈറോളജി സ്റ്റാൻലി ആണ് കേട്ടോ. വൈറോളജി സ്റ്റാൻലി ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? രക്തഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഏതാണ്? കാൾ ലാൻസ്റ്റീൻ. രക്തചംക്രമണം ആണെങ്കിൽ വില്യം ഹാർവേ കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഇതിന് ഓപ്ഷൻസ് ഇട്ടിട്ടില്ല കേട്ടോ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷയമാണ് അല്ലെ. ക്ഷയം. ക്ലിയർ ആണോ? ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ്. പിന്നെ എന്താണ് മൂന്നാമത്തെ? ഡിഫ്തീരിയ തൊണ്ടമുള്ള്. ക്ലിയർ ആണോ? ജർമ്മൻ മീസിൽസ് എന്താണ്? ജർമ്മൻ മീസിൽസ് ഏതാ വരിക? റുബല്ല. ചതുപ്പ് രോഗം മലമ്പനി. ക്ലിയർ ആണോ? അപ്പൊ ഒന്നാമത്തെ സി ആണ്. പിന്നെന്താണ്? 2 ഡി ആണ്. 3 എ. ക്ലിയർ ആണോ? 4 ബി. 5 സി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ ആണോ? അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന എന്താണ്? അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതാണ്? യെല്ലോ ഫീവർ ആണ് കേട്ടോ. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന എന്താണ്? കില്ലർ ന്യൂമോണിയ ഏതാണ്? സാർസ് ആണ്. കില്ലർ ന്യൂമോണിയ സാർസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? പറങ്കിപ്പുണ്ണ് എന്താണ്? പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. എന്താണ്? പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? നമുക്കറിയാം ഈ ചെങ്കണ്ണിന് എന്ത് പറയും? മദ്രാസായി എന്നൊക്കെ പറയും കേട്ടോ. അത് ഓർത്ത് വെക്കുക. പിന്നെന്താ പറയാ? വിഷൂചിക എന്നറിയപ്പെടുന്ന എന്താണ്? വിഷൂചിക ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന കോളറയാണ് കേട്ടോ. വിഷൂചിക ബ്ലൂ ഡെത്ത് കോളറയാണ്. സ്കിൻ ഡിസീസ് എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
പിന്നെ എന്താ ഈ സന്നിപാത ജ്വരം എന്താ പറയാ? സന്നിപാത ജ്വരം അത് ടൈഫോയിഡ് ആണ്. കറുത്ത മരണം പ്ലേഗ് ആണ്. കറുത്ത മരണം പ്ലേഗ് ആണ് കേട്ടോ. പിന്നെ ഏതാ പറയാ? പിന്നെ ഹാൻസൻസ് രോഗം ഏതാണ്? ഹാൻസൻസ് രോഗം കുഷ്ഠമാണ്. എന്താണ്? കുഷ്ഠമാണ്. ക്ലിയർ ആണോ? പിന്നെന്താ പറയാ? കോക്ക് ഡിസീസ് ഏതാണ്? കോക്ക് ഡിസീസ്. കോക്ക് ഡിസീസ് ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് ആണോ? ക്ഷയം ആണോ? കോക്ക് ഡിസീസ് ക്ഷയമാണ്. പിന്നെന്താണ്? മാർജാരോ നൃത്തരോഗം ഏതാണ്? മെർക്കുറി അല്ലേ? മീനാമാത അല്ലേ? അതെ, മീനാമാത മെർക്കുറി ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്? കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അല്ലെങ്കിൽ പിന്നെന്താണ് പേര് പറയാം? കർഷക രോഗം. പിന്നെ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന എലിപ്പനിയാണ് കേട്ടോ. അത് എലിപ്പനിയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്സിജന്റെ കുറവ് മൂലം RBC അരുവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥ എന്താ മക്കളെ? എന്താണ്? ഇപ്പൊ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. എന്താണ് അവസ്ഥ? സിക്കിൾ സെൽ അനീമിയ അല്ലെ? എന്താണ്? സിക്കിൾ സെൽ അനീമിയ. എന്താണ്? ഞാനിവിടെ എഴുതാത്ത നിങ്ങൾക്ക് ദേഷ്യം അല്ലെ? സിക്കിൾ സെൽ അനീമിയ ആണ്. ക്ലിയർ ആണോ? ദെൻ അൽഷിമേഴ്സ് ദിനം എപ്പോഴാ മക്കളെ? അൽഷിമേഴ്സ് ദിനം കമന്റ് ചെയ്തേ. ഈ ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അൽഷിമേഴ്സ് ദിനം ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ എന്താണ്? സിലിക്കോസിസ് പറഞ്ഞ എന്താ? അതും കൂടെ പറഞ്ഞുതരാം. എന്താണ്? ഈ ടിന്ന്, മൈക്ക, സ്വർണം, ഖനിയിൽ പണിയെടുക്കുന്നില്ലേ അവർക്ക് വരുന്ന രോഗമാണ്. അവിടെ തൊഴിലാളികൾക്ക് വരുന്ന രോഗമാണ് സിലിക്കോസിസ്. അങ്ങനെയാണെങ്കിൽ ന്യൂമോകോണിയോസ് എവിടെയാണ്? ഏതാണ്? ഏതാണ്? കൽക്കരി ഖനിയിൽ കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്നവർക്ക് വരുന്ന രോഗമാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ആസ്ബറ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവർക്ക് വരുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത് അൽഷിമേഴ്സ് ദിനം എപ്പോഴാ മക്കളെ? അൽഷിമേഴ്സ് ദിനം എപ്പോഴാണ്? പറഞ്ഞേ. നമുക്ക് കുറച്ച് ഡേറ്റ് ഓർത്ത് പഠിച്ചു പോവാ അല്ലെ? അൽഷിമേഴ്സ് ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 21 ആണെങ്കിൽ മാർച്ച് മാസം 24 എന്താ സംഭവിച്ചത്? മാർച്ച് മാസം 24 ക്ഷയരോഗ ദിനം. എന്താണ്? ക്ഷയരോഗ ദിനം. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം 17 എന്താണ്? ഹീമോഫീലിയ. ക്ലിയർ ആണോ? ഹീമോഫീലിയ. ജൂൺ 14 രക്തദാന ദിനം. ക്ലിയർ ആണോ? രക്തദാന ദിനമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കുഷ്ഠരോഗ ദിനം എപ്പോഴാണ്? കുഷ്ഠരോഗ നിവാരണ ദിനമാണ് ജനുവരി 30. എന്താണ്? ജനുവരി 30 ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്യാൻസർ ദിനം എപ്പോഴാണ്? ക്യാൻസർ ഡേ. ക്യാൻസർ ഫെബ്രുവരി 4 ആണ് കേട്ടോ. ഫെബ്രുവരി 4 ആണെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ എന്താണ്? ഓട്ടിസം. ഓട്ടിസം ഈ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡേറ്റ് പഠിക്കുക. ഓട്ടിസം എപ്പോഴാണ്? ഓട്ടിസം ഏപ്രിൽ 2 അല്ലേ? എനിക്ക് മറന്നുപോയി മക്കളെ. ഏപ്രിൽ 2 ആണോ? ആണോ? ആണ് അല്ലെ? ആണ്. അങ്ങനെയാണെങ്കിൽ അൽഷിമേഴ്സ് 21 ആണെങ്കിൽ പാർക്കിൻസൺസ് എപ്പോഴാണ് മക്കളെ? പാർക്കിൻസൺസ് ഡേ എപ്പോഴാണ്? ഏപ്രിൽ മാസം 11 തീയതി. എപ്പോഴാണ്? ഏപ്രിൽ മാസം 11 എന്ത്? പാർക്കിൻസൺസ് ഡേ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ലോകാരോഗ്യ ദിനമാണ്. എന്താണ്? ഏപ്രിൽ 7. നമ്മൾ ഇന്നൊരു തീം പഠിച്ചു രാവിലെ. എന്താണ്? ആരോഗ്യ ദിനമായി ബന്ധപ്പെട്ട് ഒരു തീം പഠിച്ചോ? ഓർത്തേ. പിന്നെന്താണ്? രക്തദാന ദിനമാണ്. എന്ത് നമ്മൾ പറഞ്ഞു? ജൂൺ മാസം 14. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 29 ഏത് ദിവസമാണ് വരിക? സെപ്റ്റംബർ 29 ഏത് ദിവസമാണ് വരിക? സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. എന്താണ്? ലോക ഹൃദയ ദിനം. എന്താണ്? ലോക ഹൃദയ ദിനമാണ്. എന്ത്? സെപ്റ്റംബർ 29 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ മലേറിയ ദിനം എപ്പോഴാ? മലേറിയ ദിനം ഏപ്രിൽ 25 അല്ലേ? അതെ, ഏപ്രിൽ 25 ആണ് മലേറിയ ദിനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ പ്രമേയ ദിനം എപ്പോഴാണ്? പ്രമേയ ദിനമാണ് നമുക്കറിയാം. നവംബർ മാസം 14 തീയതിയാണ്. ക്ലിയർ ആണോ? ആണോ? പ്രമേയത്തിന്റെ ലോഗോ എന്താണ്? ലോഗോ ചോദിച്ചു നീലവൃത്തമാണ്. എന്താണ്? നീലവൃത്തമാണ്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലോർഡ് എയ്ഡ്സ് നമുക്കറിയാം എന്താണ് ഡിസംബർ 1 അങ്ങനെയാണെങ്കിൽ ജൂലൈ മാസം 1 ഡോക്ടേഴ്സ് ഡേയും കൂടിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പിൽ ഉൾപ്പെടാത്തത്? ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? വില്ലൻ ചുമയാണ്. ഏതാണ്? ഓപ്ഷൻ ബി വില്ലൻ ചുമയാണ് മക്കളെ. ഏതാണ്? ഓപ്ഷൻ ബി വില്ലൻ ചുമയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് ജീവകങ്ങൾ കണ്ടെത്തിയ ഫ്രെഡറിക് ഹോപ്കിൻ ആണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ? ശരിയാണ്. ജീവകൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ജീവകമാണ് ജീവകം A എന്ന് പറയുന്നു. പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷണമാണ് ജീവകങ്ങൾ എന്ന് പറയുന്നു. അതും ശരി. എല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? എല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം 44ാമത്തെ ചോദ്യം എന്താണ്? 44ാമത്തെ ചേരുംപടി അങ്ങട് ചേർത്തേ മക്കളെ. റെറ്റിനോൾ അല്ലേ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? പിന്നെ എന്താണ്? രണ്ടാമത്തെ എന്താണ്? ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കോ. രണ്ടാമത്തെ എന്താണ്? ഡി എന്താണ്? കാൽസിഫെറോൾ അല്ലെ? ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ ഏതാണ്? എ ആണ്. നാലാമത്തെ എന്താണ്? ഇ ആണ്. സി എന്താണ്? ക്ലിയർ ആണോ? 3 ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകമാണ് എന്താണ്? മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകമാണ് എന്ത്? ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ വരും ട്ടോ. ഓപ്ഷൻ എ വരും. ക്ലിയർ ആണോ? മനുഷ്യർക്ക് പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകം ആണ് മറ്റേ ഏതാണ്? എ ആണ് അല്ലെ? പ്രോ വൈറ്റാമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് എന്ത്? കെരാറ്റിൻ. പ്രോ വൈറ്റാമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. ക്ലിയർ ആണോ? ജീവകം എ എവിടുന്ന ഏറ്റവും ജീവകം എ സംഭരിക്കപ്പെടുന്ന എവിടെയാണ്? കരളിൽ കൂടുതലാണ്. കരളിലാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ഈ റെറ്റിനോൾ അല്ലെങ്കിൽ ജീവകം വൈറ്റാമിൻ എ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണോ? ഈ ജീവകം എ മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാ വരിക? നിശാന്തത ആൻഡ് സിറോപ്താൽമിയ. അത് രണ്ടും വരും ട്ടോ. ക്ലിയർ ആണോ? അടുത്ത ജീവകം എന്താ വരിക? ജീവകം ഡി വരും. ജീവകം ഡി നെ കുറിച്ച് 2 വാക്ക് അങ്ങോട്ട് പറഞ്ഞേ. എന്താണ് ജീവകം ഡി വരിക? പറഞ്ഞേ. സൺഷൈൻ വൈറ്റാമിൻ എന്നറിയപ്പെടുന്ന എന്താണ്? ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ഈ ജീവകം ഡി. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ഈ ജീവകം ഡി എന്ന് മനസ്സിലാക്കിയ. ക്ലിയർ ആണോ? എല്ലിടി, പല്ലിടി അല്ലെ? എല്ലിടി, പല്ലിടി, ഹൃദയമേ, കരളേ. ക്ലിയർ ആണോ? എല്ലിടി, പല്ലിടി, ഹൃദയമേ അല്ലെ? കരളേ. അപ്പൊ എന്താണ്? അവിടെ രണ്ടും എ ആണ്. എല്ലിടിയും പല്ലിടിയും. ക്ലിയർ ആണോ? പിന്നെന്താണ്? ഇത് ജീവകം ഡി മൂലം വരുന്ന രോഗം എന്താണ്? റിക്കറ്റ്സ് അല്ലെ? റിക്കറ്റ്സ്. പിന്നെന്താണ്? സ്റ്റിറോയിഡ് വൈറ്റാമിൻ എന്ന് പറയുന്നതും ജീവകം ഡി ആണ്. കണ്ണേ, കരളേ അല്ലെ? ഒക്കെ പറയും നിങ്ങള്. എന്താണ്? ഹൃദയമേ, എല്ലിടി, പല്ലിടി അല്ലെ? ജീവകം ഡി ധാരാളമായി എവിടെന്നാ കാണപ്പെടുന്നത്? മത്സ്യ എണ്ണ. എന്താണ്? മത്സ്യ എണ്ണ അല്ലെ? ഓക്കെ ആണോ? ഈ ജീവകം ഡി ആയി മാറുന്ന ഒരു കൊഴുപ്പുണ്ട്. കൊഴുപ്പിനെ പറയുന്ന പേര് എന്താണ്? എർഗോസ്റ്റിറോൾ ട്ടോ. എർഗോസ്റ്റിറോൾ ആണ്. ഓക്കെ ആണോ?
അതുപോലെ ജീവകം ഡി പ്രധാനമായിട്ട് എവിടുന്നാണ് കിട്ടുക? പാൽ ഉൽപ്പന്നങ്ങളിൽ കൂടുതലായിട്ട് കിട്ടും. എവിടുന്നാണ്? പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായി കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈനെ കുറിച്ച് നമുക്ക് 2 വാക്ക് പറയാതെ പോകാൻ പറ്റുമോ? പറഞ്ഞേ മക്കളെ, എന്താണ് ഈ എന്താണ് ബ്യൂട്ടി വൈറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഈ ആണ് അല്ലെ? ബ്യൂട്ടി വൈറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഈ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഏത് രോഗമാണ്? വന്ധ്യതയാണ് അല്ലെ? വന്ധ്യതയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഹൃദയ സംരക്ഷണത്തിന് ഹൃദയത്തിന്റെ എന്താണ് സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ ആണ്. അതുപോലെ ഈ മുട്ടയുടെ മഞ്ഞയിൽ അധികമായി കാണപ്പെടുന്ന ഈ ആണ് ട്ടോ. മുട്ടയുടെ മഞ്ഞയിൽ അധികമായി കാണപ്പെടുന്ന ഈ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അടുത്തത് എന്താണ്? കെ ആണ്. കെയിനെ കുറിച്ച് 2 വാക്ക് പറയാതെ എങ്ങനെയാ പോകുന്നത് അല്ലെ? കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ഏത്? ഈ കെ എന്ന് പറയും. രക്തം കട്ട പിടിക്കാനൊക്കെ സഹായിക്കുന്നത് എന്താണ്? കെ ആണ്. അതുപോലെ തന്നെ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ഏതാണ്? കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് കെ ആണ്. അങ്ങനെയാണ് ചൂടാകുമ്പോൾ നഷ്ടമാകുന്നത് ഏതാ മക്കളെ? കമന്റ് ചെയ്തേ. അതുപോലെ ജീവകം കെയുടെ രോഗം ഏതാണ്? അപരാപ്ത രോഗം ഹീമോഫീലിയ എപ്പോഴാണ്? ഏപ്രിൽ 17 ആണ് അല്ലെ? ഏപ്രിൽ 17 അപ്പൊ ജീവകം കെ കൂടുതലായി കിട്ടുന്നത് എന്നറിയോ? ഈ കോളിഫ്ലവറില് പിന്നെ ക്യാബേജില് ചീരയിലൊക്കെയാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. ക്ലിയർ ആണോ? സി ആണെന്ന് പറഞ്ഞു അല്ലെ? അടുത്ത് എന്താണ്? ഏറ്റവും അവസാനമായി വരുന്ന ജീവകം സി ആണ് അല്ലെ? പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ഒരു ജീവകമാണ് ഏതാണ്? ഈ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പക്ഷെ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങി ഈ ആണ് കേട്ടോ. മുട്ടയുടെ മഞ്ഞയിൽ ഈ ആണെന്നും കൂടി ചൂടാകുമ്പോൾ നഷ്ടമാകുന്ന സി ആണ് കേട്ടോ. സി ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ ജീവകം സി കൂടുതൽ പുളിയുള്ള പദാർത്ഥങ്ങൾ പഴങ്ങളിലാണ് കൂടുതൽ ലഭിക്കുക. അപ്പൊ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ്? സി ആണ് കേട്ടോ. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. സി ആണെന്ന് അറിയാം. പിന്നെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഏതാണ്? സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന സി ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റാമിൻ, ആന്റി ക്യാൻസർ വൈറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന സി ആണ്. ക്ലിയർ ആണോ?